നമ്മുടെ കലാഭവൻ്റെ ഒരുപാട് സ്റ്റോറീസ് ഉണ്ടാവുമല്ലോ. അപ്പം ഞാനിങ്ങനെ ഒരു ഇൻ്റർവ്യൂവിൽ സുരാജേട്ടൻ പറയുന്നത് ഇങ്ങനെ കേട്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ ജാഫ്രിക്ക അല്ലേ, ജാഫ്രിക്ക ഇതേപോലെ അടിച്ചതാരാടാ നിന്നെ, അങ്ങനെ ഒരു ഡയലോഗില്ലേ, ആണ്ടവനോ അതോ സേഡ്ജിയോ, അങ്ങനെ ലൈവായിട്ട് പെർഫോം ചെയ്തപ്പോൾ നമ്മുടെ ഓഡിയൻസിലിരുന്ന ഒരാൾ സേഡ്ജി എന്ന് പെട്ടെന്ന് പറഞ്ഞു, റിപ്ലൈ പറഞ്ഞു. അപ്പോഴത്തേക്ക് നമ്മുടെ ജാഫ്രിക്ക അങ്ങ് ബ്ലാങ്ക് ആയിപ്പോയി, അടുത്ത എന്ത് പറയണം എന്നുള്ളൊരു സിറ്റുവേഷൻ. അതേപോലെ ഓഡിയൻസിന്റെ ഇടയിൽ നിന്ന് ഇതുപോലെ റെസ്പോൺസ് കിട്ടുമോ? നമ്മൾ ലൈവായിട്ട് പെർഫോം ചെയ്ത് പറഞ്ഞിട്ടുണ്ട്, കുറേ 2-3 സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എനിക്ക് അങ്ങനെ ഒരെണ്ണം ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഞാൻ ഡാൻസ് ചെയ്യുമ്പോഴേ, കാരണം ഞാൻ സ്കൂളിലൊക്കെ ഡാൻസിനൊക്കെ ഫസ്റ്റാ, അപ്പൊ എല്ലാ ഐറ്റത്തിനും ഫസ്റ്റ് എനിക്ക് തന്നെ ആയിരിക്കും. അപ്പൊ നമ്മൾ ആ സമയത്ത് അങ്ങനെ പെർഫോം ചെയ്യുന്ന ആളുകളെ അമ്പലങ്ങളിലേക്ക് വിളിക്കും. അപ്പോൾ ഒരു 9 ഡാൻസൊക്കെ അടുപ്പിച്ച് നമ്മൾ ചെയ്യണം. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു 5-6 ഡാൻസ് ഉണ്ട്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരെണ്ണമൊക്കെ മാറ്റിയിട്ട് അടുത്തതിന് കയറുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു ഡാൻസ് ചെയ്യാൻ കയറിയപ്പോൾ പാട്ട് ജസ്റ്റ് ഇടയ്ക്കൊണ്ട് നിന്നപ്പോൾ ആകെ ടെൻഷനായി. ഗ്രൂപ്പായിട്ടാണ്. അപ്പോൾ പിന്നെ ഞാനിങ്ങനെ കണ്ണുരുട്ടി നോക്കുന്നുണ്ട്, ഈ ഇത് കാസറ്റ് അയാൾക്ക് എന്തോ പറ്റിയതാണ്, അയാൾ എവിടെയോ പിടിച്ച് പ്രസ്സായിട്ട് നിന്ന് പോയതാ. അപ്പം ഞാനിങ്ങനെ കണ്ണുരുട്ടി നോക്കുന്നുണ്ട്. അപ്പം അയാൾ പറഞ്ഞു ഒന്നും കൂടി ഇടാന്ന് ആദ്യം മുതൽ. അപ്പൊ ഞാൻ ആന്ന് പറഞ്ഞിട്ട്, അപ്പൊ ഇടയ്ക്ക് ഇനി അയാൾക്ക് എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ ഞാൻ ആന്ന് പറഞ്ഞിട്ട് ഞാൻ അപ്പുറത്ത് പോയി നിൽക്കുമ്പോഴേ ഫ്രണ്ടിൽ കുറേ പയ്യന്മാരിക്കണ്ടേ, അവർ വിളിച്ചിട്ടുണ്ട്, അയ്യോ ഇനി ഞങ്ങൾ ആദ്യം തുടങ്ങി വീണ്ടും കാണുന്നുണ്ടായിരുന്ന സംഭവങ്ങളല്ല. അവർ ഉറക്കി ചോദിക്കുക, ഇനി ആദ്യം തുടങ്ങി വീണ്ടും ഇടണോന്ന്. ആ കളിച്ച അത്രയും ഭാഗം ഞങ്ങൾ മരിച്ചു നിന്നാ കളിച്ച്. കാര്യം വെച്ചാൽ അത്രയും ഇനിയും കാണണം. ഇത് കഴിഞ്ഞ് നാടകമുണ്ട്, അവർക്കത് കാണാൻ വേണ്ടിയാണ് അവര് വെയിറ്റ് ചെയ്യണത്. അപ്പൊ ഇനി ആദ്യം തുടങ്ങി കാണണോന്ന് അവർക്ക് ഞങ്ങൾക്കും വയ്യാതായി. ഇതേപോലെ അത് നമ്മുടെ ഉണ്ണികൃഷ്ണൻ നമ്പൂരി പണ്ട് അനുകരിക്കുന്ന സമയത്ത് ഇതുപോലെ ഒരുത്തം വന്നിട്ട് അനൗൺസ് ചെയ്തു. അപ്പൊ അതൊക്കെ വെറൈറ്റിയാണ്, ആരും അങ്ങനെ എപ്പോഴും എടുക്കാത്തൊരു സംഭവമാണ്. ഇതുപോലെ വിളിച്ച് പറയാണ്, ഉണ്ണി വരിക. അപ്പോൾ ഓഡിയൻസ് പറഞ്ഞത് വന്നു പോവാ. അപ്പൊ തന്നെ തിരിച്ചുപോയി. കാരണം വന്നു എന്ന് പറഞ്ഞപ്പോ തന്നെ ബാക്കിയുള്ള ഡയലോഗ് മറന്നുപോയി. അപ്പൊ തന്നെ പോവാന്ന് പറഞ്ഞു. ഉണ്ണി വരിക, വന്നു വന്നോ പോവാ. ഇക്കായ്ക്ക് പറ്റിയ അബദ്ധം ഉണ്ടോ ഇതേപോലെ? നമുക്ക് അബദ്ധം എന്നുള്ളതല്ല, അതായത് സ്റ്റേജിൽ നമ്മൾ ചെല്ലുന്ന ചില സ്ഥലത്ത് സൗണ്ട് അവിടെ ചെയ്യും. അതായത് ഇപ്പോൾ നമുക്കൊരു 10,000 ഞങ്ങൾ വെക്കും, ബാക്കി ഒരു 25,000 നിങ്ങൾ വെക്കണം, ഇത് സൗണ്ട് വെക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ വെക്കുമ്പോൾ നമുക്ക് പരിചയമുള്ള ടീമോ കാര്യങ്ങളോ ആയിരിക്കണം എന്നില്ല, സൗണ്ട് മൊത്തം പോകും. അപ്പോൾ ഈ ഓപ്പണർ ഏരിയ ഒക്കെ ആണെങ്കിൽ ഈ അന്നത്തെ കാര്യം പറയട്ടെ, ഇന്നൊക്കെ നമ്മൾ ചിലപ്പോൾ 70,000 അല്ലെങ്കിൽ 1,00,000 വാട്ട്സൊക്കെ വെക്കുന്ന പരിപാടികളുണ്ട്. അപ്പോൾ അന്ന് അത് അത്രയും വെക്കുമ്പോൾ ചിലപ്പോൾ സ്പീക്കറിന് കറക്റ്റായിട്ട് വരാതെ മൊത്തത്തിൽ പരിപാടി പൊളി. അപ്പോൾ ഇതുപോലെ ഞങ്ങൾ കട്ടപ്പന ഏതോ ഒരു സ്ഥലത്ത് കലാഭവൻ്റെ മിക്സ് പരേഡ് എന്തോ കാര്യങ്ങളായിട്ട് പോയി. ഇതുപോലെ ഇവിടുന്ന് ഇത്രയും ഹെവി ആയിട്ട് സൗണ്ട് അങ്ങോട്ട് എത്തിക്കാൻ പറ്റില്ല. അപ്പം മിനിമം എന്തൊരു സംഭവം നമ്മൾ കൊണ്ടുപോയിട്ടുള്ളൂ. അങ്ങനെ അവിടെ ചെന്ന് നോക്കിയപ്പോൾ അവരത് ബൂസ്റ്റ് ചെയ്യാൻ സംഭവം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പരിപാടി തുടങ്ങി ഒരു 10-15 മിനിറ്റ് ആയപ്പോൾ തന്നെ ആൾ പുറകിൽ കേൾക്കുന്നില്ല മറ്റില്ല എന്നൊക്കെ പറഞ്ഞു പോയി. അപ്പോൾ അന്ന് ഞാൻ ഇന്നസെൻറ്റ് ഒക്കെയാണ് ഞാൻ ചെയ്യണത്, വേറെ കുറേ സ്റ്റാറും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ പരിപാടി മൊത്തത്തിൽ ഞങ്ങളെല്ലാം ഡൗണായി കൊണ്ടിരിക്കുന്നത്. ഞാൻ പോകാൻ നോക്കാൻ സംഭവം പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ഇവരല്ലേ മറ്റേ മമ്മൂട്ടി ചെയ്തേ ഭയങ്കര അടിപൊളിയായിരുന്നു കേട്ടാ. അതേപോലെ ഇപ്പോൾ ചന്തുവിനെ തോൽപ്പിക്കാനാ അങ്ങനെ പറയുമ്പോൾ കാരണം സൗണ്ട് അങ്ങനെയാണ് ഇവിടുന്ന് ഭയങ്കര ഇന്നസെന്റ് ചെയ്തായിരുന്നല്ല. അപ്പൊ നമ്മളൊന്ന് ഫേമസ് അല്ല, കാരണം കലാഭവൻ നമ്മൾ തുടങ്ങിയ സമയത്താണ് നമ്മൾ ആരും പേര് പറഞ്ഞാൽ പോലും അറിയില്ല. അപ്പോൾ മമ്മൂട്ടിയെ കുറിച്ച് ചോദിച്ചപ്പോൾ തന്നെ ഞാൻ ഒരു 2-3 പേരെ പുറകിലേക്ക് മാറിയിരുന്നു. അവിടെ ഇന്നസെന്റ് ചെയ്തു. അപ്പോൾ അതൊരു വലിയ അനുഭവമാണ്. പക്ഷേ നമ്മൾ ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ, ഇന്നസെൻ്റേൻ്റെ ശബ്ദത്തിൽ പാട്ട് പാടാൻ ഭാഗ്യമുണ്ടായിട്ടുള്ള ആളാണ് ഞാൻ. കാരണം വെച്ചാൽ ഞങ്ങൾ മിമിക്സ് ആക്ഷൻ ഫൈൻഡ് എന്നുള്ള പടം ചെന്നൈയിൽ അതിൻ്റെ ഡബ്ബിങ് നടക്കുന്ന സമയത്ത് പെട്ടെന്നൊരു കോള് വരികയാണ്, ഇന്നസെൻ്റേൻ്റെ ശബ്ദത്തിൽ പാടാൻ ആരുള്ളൂ. അപ്പോൾ ഞങ്ങൾ മിമിക്രിക്കാർ മാത്രമേ ഉള്ളൂ ആ പടത്തിൽ അഭിനയിക്കുന്നത്. അപ്പോൾ ബാലു സാറ് ലൊക്കേഷനിൽ തമാശകളെ പറഞ്ഞിരിക്കുമ്പോൾ ഇടയ്ക്ക് പാട്ട് പാടുന്ന ആൾ ഞാനാണ് ഞങ്ങളുടെ ആ ഗ്രൂപ്പിൽ. അപ്പോൾ അത് അറിയാവുന്നതിൻ്റെ പേരിൽ പാവൻ പാട്ട് പാടും. അപ്പോൾ ഇന്നസെൻ്റൊക്കെ നമ്മൾ അനുകരിക്കുന്ന പുള്ളിക്ക് അറിയാം, മിമിക്രി പടമാണല്ലോ.
ഞാൻ ചെന്ന് നോക്കിയപ്പോൾ രവീന്ദ്ര മാഷിൻ്റെ സംഗീതത്തിലാണ് ഞാൻ പാടിയത്. ഒരു സിംഹം അവിടെ ഇരിക്കുക, ഞാൻ പാടി, ഭയങ്കര സംഭവം ഉണ്ടായി, സപ്പോർട്ടായി. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കലാഭവൻ വിശേഷങ്ങൾ. അതെ അതെ. അപ്പോൾ നമ്മുടെ ഈഴ റിലീസ് ഡേറ്റ് ഒക്കെ ഫിക്സ് ചെയ്തോ? നമ്മളിപ്പോൾ February 7th ആണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. വളരെ കുറച്ച് തിയേറ്റർ ഉള്ളൂ. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കണ്ടന്റ് ഇന്ന് ചർച്ച ചെയ്യപ്പെടേണ്ടതും ആളുകളിലേക്ക് എത്തേണ്ട ഒരു വിഷയമാണെന്ന് ഉള്ളതിലാണ് ഞങ്ങൾ ഒരുമിച്ച് ഇങ്ങനെ വരാനുള്ള കാരണം ഉണ്ടായത്. അപ്പോൾ ഇത് വളരെ സീരിയസ് ആയിട്ടുള്ളൊരു സംഭവമാണ്. അതിനകത്തൊരു ഭാഗമാകാൻ പറ്റിയെന്നുള്ളത് വലിയൊരു കാര്യമാണ്. അത് ഏറ്റെടുക്കാൻ വന്നപ്പോൾ സലീം മുതുമമ്മൽ പോലെയുള്ള ഒരു പ്രൊഡ്യൂസർ വന്നത് നമുക്ക് ഭയങ്കര സന്തോഷം, ഞങ്ങൾക്ക് ഭയങ്കര സപ്പോർട്ടിംഗ് ആയിരുന്നു. അതുപോലെ സിറാജ് റസ തുടങ്ങിയ അവരുടെ ടീമിൻ്റെ ഒരു കുറേ നാളത്തെ വലിയൊരു ആഗ്രഹമാണ് ഈ സിനിമ. കാരണം ഇതുമായിട്ട് അവർ കുറേ ഇങ്ങനെ പല രീതിയിലൊക്കെ നടന്നിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെ നമ്മളിലേക്ക് എത്തുന്നത്. അപ്പോൾ ഒരു വലിയൊരു കൂട്ടായ്മയിലാണ് ഈ സിനിമ വരുന്നത്. February 7 ഇങ്ങനെ റിലീസ് പ്ലാൻ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരുടെയും മാക്സിമം സപ്പോർട്ട് ഉണ്ടാവണം. ഒരു ചെറിയ കൊച്ചു പടമാണ്, അതിൻ്റെ ഒരു സപ്പോർട്ട് ഉണ്ടാവണം. അപ്പോൾ എന്തായാലും സക്സസ്ഫുൾ മൂവി ആവട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.